നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. പീലാത്തോസിന്റെ വിസ്താരം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മർക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിന് 1 മുതൽ 15 വരെ വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. ഉടനെ അധികാലത്ത് തന്നെ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും ശാസ്ത്രിമാരുമായി ന്യായാധിപ സംഘമൊക്കെയും കൂടി ആലോചിച്ചു യേശുവിനെ കെട്ടി കൊണ്ടുപോയി പീലാത്തോസിനെ ഏൽപ്പിച്ചു. പീലാത്തോസ് അവനോട്, നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് ചോദിച്ചതിന്, ഞാനാകുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. മഹാപുരോഹിതന്മാർ അവനെ ഏറിയോന്ന് കുറ്റം ചുമത്തി. പീലാത്തോസ് പിന്നെയും അവനോട് ചോദിച്ചു, നീ ഒരു ഉത്തരവും പറയുന്നില്ലയോ? ഇതാ അവർ നിന്നെ എന്തെല്ലാം കുറ്റം ചുമത്തുന്നു എന്ന് പറഞ്ഞു. യേശു പിന്നെയും ഉത്തരം പറയായികയാൽ പീലാത്തോസ് ആശ്ചര്യപ്പെട്ടു. അവൻ ഉത്സവം തോറും അവർ ചോദിക്കുന്ന ഒരു തടവുകാരനെ അവർക്ക് വിട്ടുകൊടുക്കുക പതിവായിരുന്നു. എന്നാൽ ഒരു കലഹത്തിൽ കൊല ചെയ്തവരായ കലഹക്കാരോട് കൂടെ ബന്ധിച്ചിരുന്ന ബറബ്ബാസ് എന്നു പേരുള്ള ഒരുത്തനുണ്ടായിരുന്നു. ഈ പുരുഷാരം കയറി വന്നു അവൻ പതിവ് പോലെ ചെയ്യണം എന്ന് അപേക്ഷിച്ച് തുടങ്ങി. മഹാപുരോഹിതന്മാർ അസൂയ കൊണ്ട് അവനെ ഏൽപ്പിച്ചു എന്ന് പീലാത്തോസ് അറിഞ്ഞതുകൊണ്ട് അവരോട്, യഹൂദന്മാരുടെ രാജാവിനെ നിങ്ങൾക്ക് വിട്ടുതരണം എന്ന് ഇച്ഛിക്കുന്നുവോ എന്ന് ചോദിച്ചു. എന്നാൽ അവൻ ബറബ്ബാസിനെ വിട്ടുകൊടുക്കേണ്ടതിന് ചോദിപ്പാൻ മഹാപുരോഹിതന്മാർ പുരുഷാരത്തെ ഉത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. പീലാത്തോസ് പിന്നെയും അവരോട്, എന്നാൽ യഹൂദന്മാരുടെ രാജാവെന്ന് നിങ്ങൾ പറയുന്നവന് ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അവനെ ക്രൂശിക്ക എന്ന് അവർ വീണ്ടും നിലവിളിച്ചു. പീലാത്തോസ് അവരോട്, അവൻ എന്ത് ദോഷം ചെയ്തു എന്ന് പറഞ്ഞാറെ അവനെ ക്രൂശിക്ക എന്ന് അവർ അധികമായി നിലവിളിച്ചു. പീലാത്തോസ് പുരുഷാരത്തിന് തൃപ്തി വരുത്തുവാൻ ഇച്ഛിച്ച് ബറബ്ബാസിനെ അവർക്ക് വിട്ടുകൊടുത്തു. യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടുപ്പിച്ച് കുരിശിപ്പാൻ ഏൽപ്പിച്ചു. മഹാപുരോഹിതൻ യേശുവിനെ വിസ്തരിച്ചപ്പോൾ ചോദിച്ചത്, നീ വന്ധ്യനായ പിതാവായ ദൈവത്തിൻ്റെ പുത്രനാണോ എന്നാണ്. നീ ദൈവപുത്രൻ മനുഷ്യപുത്രനായതാണോ എന്നാണ് ചോദ്യം. ഞാനാകുന്നു എന്ന് യേശു ഉത്തരം പറഞ്ഞു. ഒരാൾ മനുഷ്യനായിരിക്കെ ദൈവമാണ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദൈവത്വത്തിലെ ഒരാളത്വമാണ് എന്ന് പറയുന്നത് ദൈവദൂഷണമാണ്. അതുകൊണ്ട് അദ്ദേഹം വസ്ത്രം കീറിയിട്ട് പറഞ്ഞു, നാം ദൈവദൂഷണം കേട്ടു, ഇനി സാക്ഷികളെ കൊണ്ട് ആവശ്യമില്ലല്ലോ. പല സാക്ഷികളും ഓരോ കുറ്റങ്ങളൊക്കെ ആരോപിച്ചു. പക്ഷെ അതൊന്നും യേശുവിനെ മരണശിക്ഷയ്ക്ക് വിധിക്കാനുള്ള കുറ്റങ്ങളായിരുന്നില്ല. എന്നാൽ ഇത് മരണശിക്ഷയ്ക്ക് വിധിക്കാവുന്ന കുറ്റമാണ്. പക്ഷെ ഒരു പ്രശ്നം, ഇവർ റോമാ ഗവൺമെൻറ്റിൻ്റെ അടിമകളായിരുന്നത് കൊണ്ട് ഇവിടെ മതഭരണമല്ല ഇപ്പം നടക്കുന്നത്. പണ്ട് മതഭരണം നടന്ന കാലത്ത് മഹാപുരോഹിതന്മാർക്ക് വിസ്തരിക്കാനും വിധിക്കാനും കല്ലെറിഞ്ഞു കൊല്ലാനും ഒക്കെയുള്ള അധികാരമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അവർ റോമക്കാരുടെ അടിമകളായിട്ട് കഴിയുന്നത് കൊണ്ട് റോമക്കാർക്ക് മാത്രമേ മരണശിക്ഷ വിധിക്കാനായിട്ട് അനുവാദമുള്ളൂ. റോമൻ ഭരണാധികാരിക്ക്. റോമൻ ഭരണാധികാരി ഒരാളെ മരണശിക്ഷയ്ക്ക് വിധിക്കണമെങ്കിൽ അത് യഹൂദന്മാരുടെ ദൈവമാണെന്ന് പറഞ്ഞു അതൊന്നും പറഞ്ഞുകൊണ്ട് എന്നാൽ അയാൾക്ക് മരണശിക്ഷ വിധിക്കാനൊക്കത്തില്ല. അത് മതത്തിൻ്റെ കാര്യം, അത് അയാളെ ബാധിക്കുന്ന കാര്യമല്ല. എന്തായാലും ഏതെങ്കിലും കള്ളം പറഞ്ഞ് നമുക്ക് പീലാത്തോസിനെ കൊണ്ട് നമുക്ക് മരണശിക്ഷ വിധിപ്പിക്കാം എന്ന് പറഞ്ഞാണ് ഇവർ രാവിലെ യേശുവിനെ കൊണ്ട് പോകുന്നത്. അവിടെ ചെന്ന് ഇവരെന്താ പറഞ്ഞത്? ഇവന് യഹൂദന്മാരുടെ രാജാവാണെന്ന് പറയുന്നു. ഇതാണ് അവർ പറയുന്നത്. ഇന്നലെ രാത്രിയിൽ അവൻ ഞങ്ങളോട് ഞാനാണ് വന്ധ്യനായവൻ്റെ പുത്രൻ എന്ന് പറഞ്ഞു എന്നല്ല. അത് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. പീലാത്തോസ് അത് മൈൻഡ് ചെയ്യത്തില്ല. കാരണം ദൈവം ആരാണെന്ന് തീരുമാനിക്കുന്ന പീലാത്തോസ് അല്ലല്ലോ. അതുകൊണ്ട് രാജ്യദ്രോഹ കുറ്റം ഉണ്ടെങ്കിൽ മാത്രമേ പീലാത്തോസിന് ഇടപെടാൻ സാധിക്കുകയുള്ളൂ. പീലാത്തോസ് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇയാളെ കൊണ്ടുവന്നത്? എന്താ ഇയാളുടെ തെറ്റ്? അപ്പോൾ പറഞ്ഞു, ഇയാൾ രാജാവാണെന്ന് പറയും യഹൂദന്മാരുടെ. പീലാത്തോസ് ചോദിച്ചു, നീ യഹൂദന്മാരുടെ രാജാവാണോ? ഞാനാകുന്നു. ഒന്നും മറച്ചു വെക്കാതെ യേശു പറഞ്ഞു.
പക്ഷേ അതിൻ്റെ പേര് പീലാത്തോസിന് കേസെടുക്കാൻ ഒക്കത്തില്ല, വിസ്തരിക്കാൻ ഒക്കത്തില്ല, വിധിക്കാൻ ഒക്കത്തില്ല. കാരണം ഞാനാണ് യഹൂദന്മാരുടെ അടുത്ത രാജാവെന്ന് പറഞ്ഞ് ഇദ്ദേഹം പ്രക്ഷോഭമുണ്ടാക്കി ആളുകളെ കൂട്ടക്കൊല ചെയ്യുകയോ അല്ലെങ്കിൽ അന്നത്തെ നാടുവാഴികളായ പീലാത്തോസിനും അല്ലെങ്കിൽ ഹെരോദാവിനും എതിരായിട്ട് എന്തെങ്കിലും ഒരു മൂവ്മെന്റ് ഉണ്ടാക്കുകയോ അവരെ ആക്രമിക്കുകയോ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ കേസെടുക്കാൻ ഒക്കത്തുള്ളൂ. ഞാൻ യഹൂദന്മാരുടെ രാജാവാണ്, ആയിക്കോട്ടെ, ഭാവിയിൽ ഇദ്ദേഹം രാജാവാകുമായിരിക്കും, ആയിക്കോട്ടെ, അതിനെന്താ? അത് മരണശിക്ഷയ്ക്കുള്ള ഒരു തെറ്റല്ല. മരണശിക്ഷയ്ക്കുള്ള പാപം എന്ന് പറയുന്നത്, അതായത് റോമാ ഗവൺമെന്റിനെതിരായിട്ട് ആളുകളെ തിരിപ്പിച്ച് പ്രക്ഷോഭം ഉണ്ടാക്കി കൊലയും കൊള്ളിവെക്കും ഒക്കെ നടത്താനിടയായാൽ അതൊരു ഒഫൻസ്, അത് തെറ്റാണ്. അങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല, അവരെ ശിക്ഷിക്കണം, അല്ലെങ്കിൽ അവർക്ക് മരണശിക്ഷ കൊടുക്കാനുള്ള അധികാരം ന്യായാധിപനായ പീലാത്തോസിന്, ഇന്നത്തെ നാടുവാഴിയായ പീലാത്തോസിനുണ്ട്. അദ്ദേഹം ചോദിച്ചു, നീ യഹൂദന്മാരുടെ രാജാവോ? ഞാനാകുന്നു. പക്ഷേ അതിൻ്റെ പേരിൽ പീലാത്തോസിന് മരണശിക്ഷ വിധിക്കാനായിട്ട് സാധിക്കുകയില്ല. പീലാത്തോസ് അതിനൊന്നും പറഞ്ഞില്ല. കാരണം ഇന്ന് വരെ ഈ കഴിഞ്ഞ 3.5 വർഷം യേശു അവിടെ ആ ഭാഗങ്ങളിൽ ശുശ്രൂഷ ചെയ്തിരുന്നു. ഈ കാലത്തൊന്നും ആരും, ഈ മഹാപുരോഹിതന്മാരവിടെ ഉണ്ടായിരുന്നല്ലോ, ഇദ്ദേഹം കൈസർക്കെതിരെ ആളുകളെ തിരിപ്പിക്കുന്നു എന്നൊന്നും പറഞ്ഞ് ഇവർ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് അവിടെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് പീലാത്തോസ് അത് മൈൻഡ് ചെയ്തില്ല. പക്ഷെ അവർ പിന്നെയും ഓരോ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. കൈസർക്ക് കരം കൊടുക്കരുതെന്നൊക്കെ ഇവൻ പറഞ്ഞു എന്ന് ഇവർ പീലാത്തോസിനോട് പറഞ്ഞതായിട്ട് വേറെ സുവിശേഷത്തിലുണ്ട്. യേശുവിനോട് ചോദിച്ചു കാണും. യേശു പറഞ്ഞത്, കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പീൻ എന്നാണ് ഞാൻ പറഞ്ഞത്. അവിടെ ഒന്നും അവർക്ക് പിടിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇരിക്കെ പീലാത്തോസ് പറഞ്ഞു, ഞാനിവനെ അടുപ്പിച്ച് വിട്ടയക്കാം. അത് ഈ സുവിശേഷത്തിലില്ല, മറ്റു സുവിശേഷത്തിലുണ്ട്. അപ്പോൾ ചാട്ടമാറ് കൊണ്ട് പുറത്ത് അല്ലെങ്കിൽ ദേഹം മുഴുവൻ അങ്ങനെ അടിച്ച് ചോരയെല്ലാം ഒലിപ്പിച്ച് വിരൂപമാക്കി കഴിയുമ്പോൾ അത് മതി എന്നവർ പറയും, എന്നവർ പറയുമെന്ന് വിചാരിച്ച് അടുപ്പിച്ച് വിട്ടയക്കാമെന്ന് വിചാരിച്ച് യേശുവിനെ അടുപ്പിച്ചു. പക്ഷെ അവർ പറഞ്ഞു ഇത് പോരാ. അപ്പോൾ പീലാത്തോസ് പറഞ്ഞു, ഉത്സവം തോറും ഞാൻ ഒരു യഹൂദന് ഒരു റിലീസ്, ഒരു വിടുതൽ കൊടുക്കാറുണ്ട്. ഇന്നിപ്പം വിടേണ്ട ആള് ബർബാസ് എന്ന കുപ്രസിദ്ധ കവർച്ചക്കാരനാണ്. അപ്പോൾ ബർബാസ് എന്ന് കേട്ടാൽ ഇവരെല്ലാം വിറയ്ക്കും. കാരണം അവൻ ഭയങ്കര കവർച്ചക്കാരനാണ്, അതുപോലെ ഭയങ്കര പ്രക്ഷോഭകാരിയാണ്. അപ്പോൾ പീലാത്തോസ് ചോദിച്ചു, ബർബാസിനെ വിടണമോ യേശുവിനെ വിടണമോ? അയ്യോ, ബർബാസ് വേണ്ട എന്ന് അവർ പറയുമെന്ന് വിചാരിച്ചാണ് അവർ പറഞ്ഞു ബർബാസിനെ വിട്ടുതരിക, പക്ഷേ യേശുവിനെ കുരിശിക്കണം. അവൻ ചെയ്ത ദോഷം എന്ത്? പീലാത്തോസിന് അറിയാമായിരുന്നു. ഇത് അസൂയ കൊണ്ടാണ് അവരിങ്ങനെ, ഇവൻ്റെ പിന്നാലെ ആളുകൾ വചനം കേൾക്കാനായിട്ട് വരുന്നു, അതിലെ അസൂയ കൊണ്ടാണെന്ന് പീലാത്തോസിന് അറിയാമായിരുന്നു എന്ന് നമ്മളിപ്പോൾ വായിച്ചു. അവൻ ചെയ്ത ദോഷം എന്ത്? അപ്പോൾ ജനത്തെ എല്ലാം ഇവർ വശത്താക്കി ആക്രോശിച്ചു, എല്ലാവരും ആക്രോശിപ്പിച്ചു. അവനെ കുരിശിക്കാ, നീ അവനെ വിട്ടയച്ചാൽ നീ കൈസറുടെ സ്നേഹിതനല്ല, അവനെ കുരിശിക്ക എന്ന് ഇങ്ങനെ ആർത്തു. അപ്പോൾ അവർക്ക് തൃപ്തി വരാൻ പീലാത്തോസ് അവനെ മരണശിക്ഷയ്ക്ക് വിധിച്ചു. പ്രിയപ്പെട്ടവരെ, ഇതിലെല്ലാം ദൈവത്തിൻ്റെ കൈയുണ്ട്. ബൈബിളിലെ സദൃശവാക്യത്തിൽ ഒരു വാക്യമുണ്ട്, രാജാവിൻ്റെ മനസ്സ് ദൈവത്തിൻ്റെ കയ്യിൽ നീർത്തോട് കണക്കേയിരിക്കുന്നു. അതായത് ഭരണാധികാരികൾ ഓരോ നിയമങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് അതൊക്കെ ദൈവത്തിൻ്റെ അനുവാദത്തോടെയാണെന്നാണ്. കാരണം അത്യുന്നതൻ സകല രാജ്യത്വങ്ങളുടെ മേലും വാഴുന്നു എന്നൊരു വാക്യമാണ്. ഓരോ രാജ്യത്ത് ആര് ഭരിക്കണം, ആര് ഭരിക്കാതിരിക്കണം, ഇതൊക്കെ ദൈവമാണ് തീരുമാനിക്കുന്നത്. ഒരു ഇല ഇവിടെ അനങ്ങണമെങ്കിൽ സ്വർഗത്തിലെ ദൈവം സമ്മതിക്കണം. ഇവിടെ ഇങ്ങനെ അവർ പറയാനിടയായതും പീലാത്തോസ് വിധിക്കാനിടയായതും അത് ദൈവത്തിൻ്റെ കൈയാണ്. കാരണം യേശു മരത്തിൽ തൂങ്ങി കൊല്ലപ്പെടണം. യഹൂദന്മാരുടെ ശിക്ഷാക്രമം എന്ന് പറയുന്നത് കല്ലെറിഞ്ഞ് കൊല്ലുക എന്നുള്ളതാണ്. പണ്ടൊരു സ്ത്രീ യേശുവിൻ്റെ അടുക്ക് കൊണ്ടുവന്നിട്ട് ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്ന് പറഞ്ഞിരിക്കുന്നു, നീ എന്ത് പറയുന്നു എന്നൊക്കെ ചോദിച്ചല്ലോ. അപ്പോൾ വേശ്യാസ്ത്രീകളെ കല്ലെറിഞ്ഞ് കൊല്ലാനായിട്ട് അനുവാദമുണ്ട്. കാരണം തെളിവോടുകൂടെ അവളെ കിട്ടിയിരിക്കുകയാണ്. നമുക്കറിയാം, സ്തെഫാനോസിനെ കല്ലെറിഞ്ഞാണല്ലോ കൊന്നത്. പക്ഷേ യേശുവിനെ മരത്തിൽ തൂക്കിക്കൊല്ലണമെന്നാണ് പഴയ നിയമത്തിലുള്ളത്.
കാരണം മരത്തുമേ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ. മരത്തിൽ തൂങ്ങി കൊല്ലുക എന്ന് പറഞ്ഞാൽ കുരിശിച്ചിട്ട് അവർ വീട്ടിൽ പോവുകയാണ്. ഈ ആൾ കിടന്ന് നിലവിളിച്ച് പക്ഷികളൊക്കെ കണ്ണു കൊത്തിപ്പറിച്ച്, കഴുകൻ വന്ന് വയറ് കൊത്തിപ്പറിച്ച്, ഉറുമ്പുകളൊക്കെ കയറി, ഈച്ചകളൊക്കെ ആർത്ത്, അങ്ങനെ ദിവസങ്ങൾ കൊണ്ട് ആണ് ഈ കുരിശിക്കപ്പെടുന്നവൻ ചാകുന്നത്. ആ ശവം ആരും അടക്കാറുമില്ല. ആ അസ്ഥികൾ പൊഴിഞ്ഞ് ഇങ്ങനെ വീണ് അതെല്ലാം അസ്ഥികളുടെ ഒരു സ്ഥലമായിട്ട് മാറുകയാണ്. ഏറ്റവും ശപിക്കപ്പെട്ട മരണമാണ് ഈ കുരിശിച്ചു കൊല്ലുക എന്നുള്ളത്, മരത്തിൽ തൂങ്ങി മരത്തിന്മേൽ തൂക്കി കൊല്ലുക എന്നുള്ളത്. അത് യേശുവിനുണ്ടാകണമെങ്കിൽ റോമാ ഗവൺമെൻറ് വിധിക്കണം. അതിനാണ് ഇങ്ങനെ അവരെ കൊണ്ട്, അല്ലെങ്കിൽ ദൈവം ഇങ്ങനെ നയിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മളെ ശാപം മാറ്റുവാൻ നമ്മുടെ കർത്താവ് ശാപമാകാൻ തയ്യാറായി. അതോർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. നമുക്കായി കുരിശുമരണം സഹിച്ച യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ നമ്മുടെ ശാപം ഒറ്റ നിമിഷം കൊണ്ട് മാറി നമ്മൾ അനുഗ്രഹീതരാകുകയാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.